അപ്പോൾ ഞാൻ ഇന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അത് ഇച്ചായന് ഇന്ന് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചു. അതിനകത്തേക്ക് 2 ഏലക്കായും കൂടി ഇട്ടു. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും നല്ലപോലെ ചോപ്പ് ചെയ്ത് അരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനകത്തേക്ക് ഒരു സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞ് ചോപ്പ് ചെയ്തതാണ്. അത് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും അങ്ങനെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തു. ഈ കുറുമ നമുക്ക് ഒരുവിധം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ. അപ്പം നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. അതെടുത്ത് അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ച ഗ്രീൻ പീസ് ഇല്ലേ, അതും ചേർക്കാവുന്നതാണ്. അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവറും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം, ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരുവിധം തിള വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരമുറിയുടെ തേങ്ങ എടുത്തു. തേങ്ങയും കുറച്ച് കശുവണ്ടി, ഇത് പൊട്ട് കശുവണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയോ. പിന്നെ തേങ്ങയുടെ പാത്രം കഴുകിയ വെള്ളവും വേറെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് ഇനി നമുക്കിത് ഏകദേശം ഒരു 9 മിനിറ്റോളമായി നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇത് നല്ലപോലെ ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഈ തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയരപ്പ് ഞാനത് മുഴുവനായിട്ട് ചേർത്ത് നമ്മൾ നല്ലതുപോലെ തേങ്ങയരപ്പ് ഇട്ടാലാണ് നല്ല കുറുകിയിട്ടുള്ളത് കിട്ടുള്ളൂ. കുറച്ച് തേങ്ങയരപ്പ് ഇടുമ്പോൾ നമുക്ക് അത്ര കുറുകിയ ഒരു കറി കിട്ടത്തില്ല. ഇച്ചിരി കുറുകിയിരുന്നാലാണ് അതിനൊരു ടേസ്റ്റും ഒരു ഭംഗിയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഞാനത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ തേങ്ങയരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി, പിന്നെ ആ മിക്സിയുടെ ജാറിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി ഒന്ന് ലൂസാക്കി. ഒത്തിരി ലൂസാക്കിയാലൊരു ഇതുണ്ടാകത്തില്ല, നല്ല കുറുകിയിരിക്കണം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുറുമ ഏകദേശം റെഡിയായി. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഇടുവാണെങ്കിലും നല്ലതാണ്. മല്ലിയില ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടു. അപ്പം നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വൈകുന്നേരം ചപ്പാത്തിക്കോ അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒട്ടും സ്പൈസി അല്ലല്ലോ. അപ്പോൾ തേങ്ങയുടെ ആ ടേസ്റ്റും കാഷ്യൂനട്ടിൻ്റെ ആ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് 2-3 ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനിതേ കുറുമ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനപ്പോൾ ചപ്പാത്തിയും ഉണ്ടാക്കിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് കുറുമ ഉണ്ടാക്കി, കുറുമയും ചപ്പാത്തി. കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഇച്ചായൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇച്ചായൻ ഇന്ന് കുറുമ കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് കുറുമ ഉണ്ടാക്കുന്നത്. അന്ന് അപ്പം ഉണ്ടാക്കിയില്ലേ,
അത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും കുറുമ ഉണ്ടാക്കുന്നത്. നല്ലതാണോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം അലിക്കുട്ടനും ഒത്തിരി ഇഷ്ടപ്പെട്ടു, സ്പൈസി അല്ലാത്തതുകൊണ്ട് അവനും ഇഷ്ടപ്പെട്ടു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.